ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മുടെ കിച്ചണിലോട്ട് പുതുതായിട്ട് വന്ന ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു വീഡിയോ കൂടിയാണിത്. കാറ്ററിങ്ങിൻ്റെ വർക്കുകളൊക്കെ കുറച്ച് ബൾക്കായിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ഫ്രീസർ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊരെണ്ണം മേടിക്കാനുള്ള ഒരു ഡിസിഷനിലോട്ട് ഞങ്ങൾ എത്തിയത്. ഈ ഒരു പർച്ചേസിന് വേണ്ടി ഞങ്ങൾ ചൂസ് ചെയ്തത് കുമ്പളത്തുള്ള വജിയ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ ഞങ്ങൾ ശരിക്കും ഇതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പക്ഷേ അവരുടെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ പക്ക ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇതെടുക്കാം എന്നുള്ളൊരു ഡിസിഷനിലോട്ട് എത്തുമായിരുന്നു. ഇനി നമ്മുടെ ഫ്രീസറിനെ പറ്റി പറയാമല്ലേ. റോക്ക്വെൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്രീസറാണ് നമ്മൾ എടുത്തിരുന്നത്. ഇതൊരു കൺവേർട്ടിബിൾ ഫ്രീസർ ആയിരുന്നു. അതായത് ഫ്രീസറായിട്ടും കൂളറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. അവിടെ തന്നെ വേറെയും കമ്പനികളുടെ ഫ്രീസറുകളും വേറെ മോഡലുകളും ഒക്കെ അവർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയത് ഈ ഒരു മോഡൽ ആയതുകൊണ്ട് ഞങ്ങൾ ഇത് തന്നെ ബുക്ക് ചെയ്തു. ദ വെരി നെക്സ്റ്റ് ഡേ അവർ ഞങ്ങൾക്ക് ഡെലിവറിയും തന്നു കേട്ടോ. ഡെലിവറിയൊക്കെ വളരെ പക്ക ആയിരുന്നു. വളരെ സേഫായിട്ടാണ് നമ്മുടെ ഐറ്റം അവർ നമുക്ക് വീട്ടിലെത്തിച്ച് തന്നിട്ടുള്ളത്. ഫ്രീസർ വാങ്ങാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ മുതൽ ഞങ്ങൾക്കുള്ളൊരു ആശങ്കയായിരുന്നു നമ്മുടെ ഡോർ ക്രോസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കയറ്റാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം നമ്മുടെ ബോർമയിലോട്ട് കയറിയില്ലെങ്കിലും വീട്ടിലോട്ടെങ്കിലും കയറ്റി വെക്കാലോ എന്നുള്ളതായിരുന്നു. ഈ ഫ്രീസർ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ, റീസൺസ് ആയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ തൽക്കാലം ഈ ഒരു സാധനം ഇറക്കി നമുക്ക് നമ്മുടെ ബോർമയിലോട്ടൊന്ന് എടുത്ത് വച്ചേക്കാം. 36,000 രൂപയാണ് ഈ ഒരു ഫ്രീസറിൻ്റെ റേറ്റ് വരുന്നത്. 550 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. 465 ലിറ്റർ സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ എനർജി കൺസപ്ഷൻ വളരെ ലോ ആയിരിക്കും. അതുപോലെ തന്നെ കറണ്ട് പോയാലും ഒരു 10 മണിക്കൂറോളം ഇതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. 90 mm തിക്നെസ്സിലാണ് ഇതിൻ്റെ വാളുകളൊക്കെ ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും ടൈം അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറയാനുള്ളത്, കൂളിംഗ് കോയിലുകളെല്ലാം 100% കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻറ്റ് കൂളിംഗ് കിട്ടാനും കൂടുതൽ ലൈഫ് സ്പാൻ കിട്ടാനും ലോ മെയിൻ്റനൻസിൽ കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. കൊണ്ടുവന്ന ഉടനെ തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അപ്പം തന്നെ അൺബോക്സ് ചെയ്തു. സാധനം കാണാനുള്ളൊരു ധൃതിയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കിച്ചണിൽ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു അപ്ഗ്രഡേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്രീസർ ഞങ്ങളുടെ കുറേ നാളത്തെ സ്വപ്നമായിരുന്നു. അത് സഫലമായതിൻ്റെ സന്തോഷം ഷെയർ ചെയ്യാനും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ വർക്കുകളൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കാനായിട്ട് ഈ ഒരു സാധനം നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അതിനുള്ള ഫലം നമുക്ക് കിട്ടും എന്നതിനുള്ള തെളിവാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് നമുക്കൊരു കാറ്ററിംഗ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബൾക്ക് ഓർഡർ ആയിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നിട്ടും അത് ചെയ്യാനായിട്ട് ഏറ്റെടുക്കുകയും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഒരു ഇൻകമിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഫ്രീസർ സ്വന്തമാക്കിയത്. ഇതിൽ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ വേറൊരു ഫാക്ടറും കൂടിയുണ്ട്. അതായത് ഇതൊരു കൺവേർട്ടിബിൾ ഫ്രീസറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ഡീപ്പ് ഫ്രീസറായിട്ടോ കൂളറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഒരു യൂസ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചധികം ഓർഡറുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കൂളറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ്. അത് മാത്രമല്ല കേട്ടോ, ഈ ഫ്രീസറിൻ്റെ വരവോടുകൂടി എത്ര ബൾക്ക് ക്വാണ്ടിറ്റിയിലുള്ള ഓർഡർ ആണെന്നുണ്ടെങ്കിലും രണ്ടാമതൊരു വട്ടം ആലോചിക്കാതെ അത് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസും കൂടെ ഞങ്ങൾക്കായിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ പുതിയ കൂട്ടുകാരനെ പറ്റി എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെ പറ്റി എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിൽ കൂടുതലായിട്ട് ഈ ഒരു ഫ്രീസറിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ സക്സസ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ ടൈറ്റിലിൽ കുറച്ച് പ്രമുഖ കമ്പനീസിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് അവർ ഇതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട്. ഞങ്ങളിത് കുറച്ച് നാൾ യൂസ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ടൊരു റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ചിന്ന വണക്കം. ഓക്കെ, ബൈ.